വാച്ച് ലിസ്റ്റിൻ്റെ 32ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഷ്ടത്തോടെയാണ് ആഴ്ചക്കാലയളവിൽ സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിച്ചത്. മൂന്നാം പാദഫലം വരുന്നതിന് മുന്നോടിയായുള്ള അനിശ്ചിതാവസ്ഥയും വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയും മറ്റ് ആഗോള ഘടകങ്ങളുമാണ് വിപണിക്ക് തിരിച്ചടിയായത്. എന്നിരുന്നാലും നിക്ഷേപകർ വരുന്ന ആഴ്ചയിലും പ്രതീക്ഷയിലാണ്. ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത്. കിംസ്, ഇൻഫോസിസ് എന്നീ ഓഹരികളാണ് അവ. ആദ്യം ചർച്ച ചെയ്യുന്നത് കിംസ് ആണ്. പിന്നെ പ്രകാശ്, കിംസിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട്? എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത? കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് കിംസ്. ശരിക്കും ആ ഒരു ട്രേഡ് മാർക്കിൽ അവർക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നതിൻ്റെ തടസ്സങ്ങളുണ്ട്. കാര്യം കേരളത്തിലും കർണാടകത്തിലും ഇത് സമാന പേരിൽ തന്നെ കിംസ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെ രണ്ട് ഹോസ്പിറ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ അനിശ്ചിതാവസ്ഥയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് കോർപ്പറേറ്റ് ഹെൽത്ത് കെയർ ഗ്രൂപ്പുകളിലൊന്നാണ് കിംസ് എന്ന് പറയുന്നത്. സദേൺ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഏകദേശം 15ഓളം ഹോസ്പിറ്റൽസിൻ്റെ ഒരു നെറ്റ്വർക്കാണുള്ളത്. ഏകദേശം 5000-ഓളം ബെഡ് ഇവരൊരു നെറ്റ്വർക്കിന് കീഴിലുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര 2 ഹോസ്പിറ്റലുണ്ട്, ആന്ധ്രയിൽ തെലങ്കാനയിലുമാണ് ഇവരുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. കേരളത്തിലും ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ റീസെൻ്റ്ലി കണ്ണൂർ തളപ്പിലുള്ള ശ്രീചന്ദ് ഹോസ്പിറ്റൽസിനെയും ഇവർ ഏറ്റെടുത്തിരുന്നു. അപ്പം പിന്നെ തൃശ്ശൂരുള്ള വെസ്റ്റ്ഫോർട്ട് ഹൈടെക് ഹോസ്പിറ്റലുമായിട്ടുള്ള അവരുടെ ഓപ്പറേഷണൽ കോൺട്രാക്റ്റിൻ്റെ ഒരു ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു എക്സ്പാൻഷന് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് കോർപ്പറേറ്റ് ഹെൽത്ത് കെയർ ഗ്രൂപ്പുകളിലൊന്നാണ് കിംസ്. 1973 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പറയുകയാണെങ്കിൽ 40ലധികം വിഭാഗങ്ങളിലായിട്ടുള്ള ചികിത്സ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരൊരു പ്രവർത്തനം കൂടുതലും കേന്ദ്രീകരിച്ചിട്ടുള്ള ആന്ധ്രയും തെലങ്കാന തന്നെയാണ്. ഇവരൊരു ഹോസ്പിറ്റലിൻ്റെ മെയിൻ റവന്യൂ സോഴ്സ് അല്ലെങ്കിൽ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹോസ്പിറ്റൽസിൽ നിന്നാണ് നമുക്ക് കാണാം. ഇപ്പം കഴിഞ്ഞ ആഴ്ച 650 രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 669 അതിൻ്റെ ഒരു 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ നിയർലി ഒരു 52 വീക്ക് ഹൈയുടെ അടുത്താണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അത് ഓൾ ടൈം ഹൈയുമാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച്. 350 എൻ്റെ കഴിഞ്ഞ ഒരു വർഷ കാലയളവിലെ ഒരു താഴ്ന്ന വിലയെന്ന് പറയുന്നത്. അപ്പം ഒരു നിയർലി 52 വീക്കിൻ്റെ അടുത്തൊരു ക്ലോസിങ് നമുക്ക് കാണാം. അതൊരു ബുള്ളിഷ് മൊമെൻ്റത്തെ കാണിക്കുന്നൊരു ഘടകമാണ്. ഇപ്പോൾ ആഴ്ചയിൽ മാർക്കറ്റ് ഒരു വോൾട്ടൈൽ ആയിരുന്നിട്ട് കൂടിയും 4% നേട്ടം ഈ ഒരു ഓഹരിയിൽ കാണാൻ കഴിയും. കഴിഞ്ഞൊരു മാസത്തിനിടെ 6%, കഴിഞ്ഞ 3 മാസത്തിനിടെ 20% നേട്ടമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 60% നേട്ടവും ഈ ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബാക്കിയൊരു ഹോസ്പിറ്റലിൻ്റെ ബാക്കിയൊരു ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി എക്സ്പാൻഷന് വളരെയധികം ശക്തിയോടെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാസിക്കിൽ 300 ബെഡ്, ബാംഗ്ലൂരിൽ 415 ബെഡ്, കോണ്ടാപൂരിൽ 500 ബെഡ്. അങ്ങനെ ഒരു അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇപ്പോഴുള്ളതിൻ്റെ ഒരു പകുതിയോളം വരുന്ന രീതിയിൽ ബെഡ്, അതായത് 2500ഓളം ബെഡ്, 2200 മുതൽ 2500ഓളം വരെ ബെഡിൻ്റെ ഒരു അഡീഷൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 1200-1500 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിനായിട്ട് നടക്കുന്നത്. മുംബൈയിലും താനെയിലും പുതിയൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു 100 വർഷത്തെ പാട്ടത്തിന് ഭൂമിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ഇവരൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഓങ്കോളജി, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഏരിയയിലാണ് ഇവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരൊരു ബിസിനസ് തന്ത്രമായിട്ടും കൂടിയാണ് ഒരു മാർജിൻ്റെ ഒരു ബെറ്റർ ആക്കാനോട് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ റവന്യൂ നേരത്തെ സൂചിപ്പിച്ചു പോലെ 90% വരുന്ന ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമാണ്. അപ്പോൾ പുതിയ മാർക്കറ്റ്, പ്രത്യേകിച്ച് കേരള കഴിഞ്ഞൊരു 6 മാസത്തിനിടയിൽ അവർ എൻട്രി ചെയ്തിട്ടുള്ളത്. ഇപ്പം മഹാരാഷ്ട്രയിലോട്ട് അവർ എക്സ്പാൻഷൻ ശ്രമിക്കുന്നുണ്ട്, കർണാടകത്തിലോട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ 90% ആന്ധ്ര, തെലങ്കാന എന്നാണ് പറയുന്നതിൻ്റെ അകത്ത് ചെറിയ റിസ്ക്കുകളും ഉണ്ട്. അതേസമയം അതിൻ്റെ ഒരു ഓപ്പറേഷൻ ക്വാളിറ്റി ആയിട്ടും വേണമെങ്കിൽ പറയാം. പക്ഷേ പുതിയ ഹോസ്പിറ്റൽ അഡീഷൻ പുതിയ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇച്ചിരിയുടെ ഒരു ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഇവരുടെ റവന്യൂ ഒരു ഭാഗത്തുണ്ടാകുമെന്ന് കരുതാം. പക്ഷേ എക്സ്പാൻഷന് ശ്രമിക്കുന്നുണ്ട്, അതിന് കട ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊരു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഭാവിയിൽ അത് റവന്യൂ വർദ്ധിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. പക്ഷേ അതിലും ഒരു പോയിൻ്റായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിലൊരു വാല്യൂഷൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു ഇൻക്രേഷൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ അബ്സല്യൂട്ട് ടൈംസ് നോക്കുകയാണെങ്കിൽ 78 ആണ്. കഴിഞ്ഞ 10 വർഷത്തെ ഒരു 10 ഇയർ ആവറേജ് പിയുടെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 45 ടൈംസിലാണ് ഉള്ളത്. സെക്ടർ പി 100 ആണ്. ആ ഒരു സെക്ടർ പിയുടെ താഴെയാണെന്നുള്ളത് നമുക്കെടുക്കാം. അബ്സല്യൂട്ട് ടൈംസ് നോക്കുവാണെങ്കിൽ ഹൈ ആണ്, പക്ഷേ സെക്ടർ പിയുടെ താഴെ എന്നുള്ളതിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം. EV/EBITDA നോക്കുകയാണെങ്കിൽ
അത് റിലേറ്റീവ് വാല്യുവേഷൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടൂളാണ് EV to EBITDA. അത് 38.5 ടൈംസിനാണ് നിൽക്കുന്നത്. അതൊരു എക്സ്പെൻസീവ് ആണെന്നുള്ള സൂചിപ്പിക്കുന്നൊരു ഘടകമാണ്. അതൊരു പ്രൈസ് ടു ബുക്ക് റേഷ്യോ നോക്കുകയാണെങ്കിലും 13 ആണ്. ആ ഒരു രീതിയിൽ നോക്കിയാലും ഇതൊരു വാല്യുവേഷനിൽ ഹൈ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.6%. 5 ഇയർ ആവറേജ് 22.6 ആണ്. ഈ റീസെൻ്റ്ലി ഒരു ഫോൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഒരു നിലവിലത്തെ ആ 17.6 എന്നുള്ളതും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗുഡായിട്ടുള്ളൊരു ഹെൽത്ത് ഇതാണ് റിട്ടേൺ റേഷ്യോ ആണ്. ROC നോക്കിയാൽ 16.9 ആണ്. ഒരു മോഡറേറ്റ് ഒരു ഇത് തന്നെ ലെവൽ തന്നെയാണ് അത് കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ ഹെൽത്തി ലെവൽസിലാണ് ഉള്ളത്. ഇനി ഒരു ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിലുള്ള റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 23.3% ആണ്. അതൊരു സ്ട്രോങ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. പ്രോഫിറ്റിൽ 15.5% ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പൈട്രോസ്കി സ്കോർ 5 അതായത് ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടൂളാണ് പൈട്രോസ്കി സ്കോർ 5 ആണ്. അതൊരു ആവറേജ് ലെവലാണ് ഉള്ളത്. ഡെറ്റ് ഇക്വിറ്റി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കടം വർദ്ധിക്കുന്നുണ്ട്. 0.89 ആണ്. അത് ഒരു മാനേജബിൾ ആണ് നിലവിലത്തെ രീതിയിൽ, പക്ഷേ ഒരു ഹയർ സൈഡിലാണ്. അപ്പം പിന്നെ ഇത് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് ഹെവി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇവിടെ. ആ ടൈപ്പ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് പ്രതീക്ഷിച്ച ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാകത്തില്ല. അതായത് ബാലൻസ് ഷീറ്റ് മുന്നോട്ടുള്ള നമ്മൾ സമയങ്ങളിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഓൺലൈനായിട്ട് പറയാനുള്ളത്. ഡിവിഡൻഡ് നൽകിയിട്ടില്ല. ഗ്രോയിങ് സ്റ്റേജിലുള്ളൊരു അല്ല എക്സ്പാൻഷൻ എത്ര ശ്രമിക്കുന്നുണ്ട് തന്നെ നമുക്ക് ഒരു ഏണിങ്സ് റിട്ടേൺ ചെയ്തേക്കുന്നത് ഫർദർ റീഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടാണ് നമുക്ക് കരുതാം. അപ്പം ഈ ഓഹരിയുടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ ഒരു സ്ട്രോങ് റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണിക്കുന്നുണ്ട്. ഹൈ കുഴപ്പമില്ലാത്ത റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ROCയും റിട്ടേൺ റേഷ്യോസും ഉണ്ട്. ഒരു ഡിഫൻസീവ് സെക്ടറിലാണ്. ഇപ്പോൾ HMPV വൈറസൊക്കെ പോലത്തെ അങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഒരു ഡിഫൻസീവ് ഹെൽത്ത് കെയർ സെക്ടറിനൊക്കെ കിട്ടുന്ന ഒരു എക്സ്പോഷർ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ എക്സ്പാൻഷന് ശ്രമിക്കുന്നുണ്ട്. ഇതൊരു കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ്. നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ EPSലെ ഗ്രോത്തിൽ ഒരു ചെറിയൊരു ഡിക്ലൈൻ കാണുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തിലും ഒരു ഇടിവ് നേരത്തെ സൂചിപ്പിച്ചാൽ കാണാനുണ്ട്. ഡെറ്റ് ലെവൽസ് നോക്കണം. അതായത് ആ ഒരു ബാലൻസ് ഷീറ്റ് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ Q3 ട്രെൻഡ് ഇനി വരുന്ന ക്വാർട്ടർ റിസൾട്ടുകളിലേക്ക് ട്രെൻഡ് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിലും ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റർക്കും വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിംസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിവിടെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം, ആദ്യം ചാർട്ട് മാത്രമായിട്ട് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. വളരെ മനോഹരമായിട്ട് ഹൈ ഫോം ചെയ്ത് പോകുന്ന ഒരു സ്റ്റോക്കാണിത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിട്ട് പോലും വലിയൊരു ഡൗൺ ട്രെൻഡിലേക്ക് സ്റ്റോക്ക് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് റീസെൻറ്റ് ഡേയ്സിലെ ക്യാൻഡിൽസ് നോക്കുമ്പോൾ മനസ്സിലാകും. അതേപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ EMA 20 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. EMA 20 സപ്പോർട്ട് എടുത്ത് പോകുന്നൊരു സ്റ്റോക്കാണിത്. വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ വിസിബിളാണ്. അതേപോലെ തന്നെ നമുക്ക് EMA 10 ലെവലും കൂടി ഒരു കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ളൊരു EMA നമുക്ക് നോക്കാം, അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ എല്ലാം തന്നെ EMA 10, EMA 20 ആ ഒരു റേഞ്ചിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. EMA 50 കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഈ ഒരു ലെവലിൽ മാത്രമാണ് EMA 20 EMA 10 താഴേക്ക് വന്നത്. ആ സമയത്ത് EMA 50 സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുത്തു. നിലവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ EMA 50 20 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ EMA 10 നിന്നാണ് നിലവിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഡോജി ക്യാൻഡിലാണ്. മാർക്കറ്റ് ഡൗൺ ആയ ദിവസമാണത്. എങ്കിലും വലിയ ഇടിവുണ്ടായിട്ടില്ല സ്റ്റോക്കിൽ. വോളിയം നോക്കുകയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും എബോവ് ആവറേജ് വോളിയം നമുക്കിവിടെ വിസിബിളാണ്. ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്കൊരു ഫിബ് ലെവലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എന്നുള്ളത്. നമുക്ക് ഫിബ് ലെവൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് ലെവൽസ് ഇവിടെ കിട്ടും. ഇവിടെ 0.236 നിന്നാണ് സ്റ്റോക്ക് നിലവിൽ സപ്പോർട്ട് എടുക്കുന്നത്. അതൊരു ബുള്ളിഷ് സോണാണ്. കൃത്യമായിട്ട് ഫിബിൻ്റെ അപ്പർ ബാൻഡിലാണ് ഇവിടെ ഹിറ്റ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ലെവൽ നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഈ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ 668 ആണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ നിലവിലത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഫിബിൻ്റെ 631 ആണ് സപ്പോർട്ടായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് എന്ന് നോക്കാം.
ഒന്ന് സൂം ഔട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് മനസ്സിലാവും വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണിത്. സ്വിങ് ഹൈ ഫോർമേഷനാണ് നടക്കുന്നത്. തുടർച്ചയായിട്ട് ഹൈ ഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടും സ്റ്റോക്ക് ട്രെൻഡിങ് ആണ്. ഈ ഒരു റേഞ്ചിന് താഴേക്ക് നമ്മൾ വീക്ക്ലി ലെവൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കൊടുത്ത ഒരു ഏരിയ നമുക്ക് നോക്കാതെ ഈ ഒരു ലെവലാണ് 579 ആണ്. ആ ഒരു ലെവലിന് താഴേക്ക് കഴിഞ്ഞ ഒരു 1 2 3 4 ഒരു 8 ആഴ്ച 2 മാസമായിട്ട് ആ ഒരു ലെവലിന് താഴേക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല എന്നിവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കിംസിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് കടക്കാം. പിന്നെ പ്രകാശ്, ഇൻഫോസിസിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട്? ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് IT കമ്പനിയാണ്. TCSന്റെ ശേഷം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷനുള്ള ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഇന്ത്യൻ IT കമ്പനി അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ ഒരു പേര് ലോകം മുഴുവൻ എത്തിച്ച അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യക്ക് ഒരു യശസ് നേടിക്കൊടുത്ത കമ്പനികളിലൊന്നാണിത്. കൺസൾട്ടിങ് ടെക്നോളജി, പുതിയ ഡിജിറ്റൽ ഔട്ട്സോഴ്സിങ്, അങ്ങനെ IT മേഖലയിലുള്ള എല്ലാവിധ ബിസിനസ്സുകളും ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 1966 രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2006 രൂപയാണ് 52 വീക്ക് ഹൈ. അത് നിയർലി 52 വീക്ക് ഹൈയുടെ അടുത്താണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം 1358 ഒരു 52 വീക്കിലെ ഒരു താഴ്ന്ന നിലവാരം. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 2% നേട്ടം ഉണ്ടായിട്ടുണ്ട്. TCS റിസൾട്ട് വന്നതിനെ തുടർന്ന് ഉള്ള ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ TCS താരതമ്യേന മികച്ചൊരു പാദഫലം അല്ലെങ്കിൽ പ്രവർത്തന ഫലം നൽകിയത് കൊണ്ട് തന്നെ ലാർജറായിട്ട് IT സ്റ്റോക്കുകളൊക്കെ ഒരു റാലി ഈ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. അപ്പം പക്ഷേ 3 മാസത്തിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 30% നേട്ടം ഈ ഓഹരി നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ റവന്യൂ നോക്കുകയാണെങ്കിൽ, ഇനി കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂ ഒരു 57 to 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ സർവീസിൽ നിന്നാണ്. അതായത് AI ബേസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്സ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബിഗ് ഡാറ്റ അനാലിസിസ് ഒക്കെ അങ്ങനെയുള്ള ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനികളുടെ മൈഗ്രേഷനൊക്കെ സഹായിക്കുന്ന അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇവരൊരു 57%ഓളം റവന്യൂ കിട്ടുന്നത്. ബാക്കി ഒരു 43% കോർ സർവീസിൽ നിന്നാണ്. അതായത് പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, എൻ്റർപ്രൈസസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സപ്പോർട്ട്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു 43% റവന്യൂ കണ്ടെത്തുന്നത്. ഇനി റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ, അതായത് BFSI, അതായത് ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നാണ് ഒരു 30%-ലധികം ഉള്ള റവന്യൂ കിട്ടുന്നത്. റീറ്റെയിൽ സെക്ടറിൽ നിന്ന് 15% ഉണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ നിന്ന് ഒരു 13% റവന്യൂ പല പ്രോജക്റ്റുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹെൽത്ത് കെയറിൽ നിന്ന് 7% ഉണ്ട്. പിന്നെ ഒരു റവന്യൂവിൻ്റെ ഒരു ജിയോഗ്രഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ 60% നോർത്ത് അമേരിക്ക എന്നാണ്, ബാക്കി 25% യൂറോപ്പിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ, അതായത് കൂടുതലും ഒരു US-നെയും യൂറോപ്പിനെയും ആണ് റവന്യൂ ആശ്രയിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഇനി ക്ലയൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ആ ഒരു നമുക്ക് അതിൻ്റെ ഒരു നിലവാരം മനസ്സിലാകും. Fortune 500-ലെ ലോകത്തെ ഏറ്റവും വലിയ 500 കമ്പനികളിൽ 155-200ഓളം കമ്പനികൾ ഇവരുടെ ക്ലയൻസാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇൻഫോസിസിൻ്റെ ആ ഒരു സർവീസ് ക്വാളിറ്റി നമുക്കറിയാം. ഇനി സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത് 30.3 ടൈംസിലാണ്. സെക്ടർ പി നിൽക്കുന്നത് 37.57 ആണ്. അതായത് സെക്ടർ പിയുടെ താഴെയാണ് സ്റ്റോക്കിൻ്റെ പി എന്നുള്ളതിന് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. കഴിഞ്ഞ 10 വർഷത്തെ ഒരു പിയുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ 21.4 ആണ്. പക്ഷേ എന്നാലും അത് കുഴപ്പമില്ല. ഇനി EV to EBITDA റിലേറ്റീവ് വാല്യുവേഷൻ നോക്കുന്നതാണെങ്കിൽ 19 ആണ്. അതൊരു മോഡറേറ്റ് ആയിട്ട് എടുക്കാം, ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ലെവൽ തന്നെയാണ്. പ്രൈസ് ടു ബുക്ക് റേഷ്യോ നോക്കുകയാണെങ്കിൽ 9.03 ആണ്. അത് അബ്സല്യൂട്ട് ടേംസിൽ ഹൈ ആണ്. പക്ഷേ ഒരു ഈ ഇൻഫോസിസ് അല്ലെങ്കിൽ IT കമ്പനികളുടെ ഒരു സഹജമായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ, സ്വഭാവ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ, അസറ്റ് ലൈറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് 9.3 എന്നുള്ളത് നോർമലി ഇത്തരം ഒരു IT കമ്പനികൾക്ക് പ്രൈസ് ടു ബുക്ക് റേഷ്യോ ഹൈ ആയിട്ട് നിൽക്കും. നമുക്കതിനെ അതുകൊണ്ട് മാത്രം അതിന് വാല്യുവേഷൻ്റെ നമുക്ക് പ്രീമിയം എന്ന് പറയാൻ കഴിയത്തില്ല. ഇനി ഇതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി 31.8%-ലാണുള്ളത്. കഴിഞ്ഞ 5 ഇയർ ആവറേജ് 29.2 ആണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. നല്ല പെർഫോമൻസ് ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ROC നോക്കുകയാണെങ്കിൽ 40% ആണ്. അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ്, റിട്ടേൺ റേഷ്യോ ആണ് കാണിക്കുന്നത്. EPS ഗ്രോത്ത് 10.48%-ലുണ്ട്. അതൊരു ഹെൽത്തി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ റവന്യൂവിൽ 15.5%-ന്റെ ഗ്രോത്ത്, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ്. നെറ്റ് പ്രോഫിറ്റ് 10.7% ആണ്. അപ്പം റവന്യൂവിൻ്റെ വെച്ച് നോക്കുമ്പം ഒരു പ്രോഫിറ്റിലെ ഗ്രോത്ത് കാണിക്കുന്നില്ല എന്നൊരു മാർജിൻ പ്രശ്നമായിട്ട് നമുക്ക് എടുക്കാം.
ആർട്ടിഫിഷ്യൽ ലെവൽസൊക്കെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഇടയ്ക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കേട്ടതാണ്. ഇനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.1 ആണ്. അതൊരു എക്സ്ട്രീംലി ലോ ഇതാണ്, അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണെന്ന് പറയാം. ഒരു സ്ട്രോങ് ബാലൻസ് ഷീറ്റിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. റെഗുലറായിട്ട് ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയാണിത്. ഡിവിഡൻഡ് ഈൽഡ് 1.93 ആണ്. അപ്പം അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ കമ്പനിയുടെ ഒരു പോസിറ്റീവ് നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ, ഒരു സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, ഹൈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ROC, ഹൈ പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺ റേഷ്യോസ് നമുക്ക് കാണാം. ലോ ഡെറ്റാണ്, കുറഞ്ഞ കടബാധ്യതയേ ഉള്ളൂ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണെന്ന് പറയാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, സെക്ടർ ലീഡർഷിപ്പ് ഉണ്ട്. പിന്നെ TCS റിസൾട്ടിന് ശേഷം കിട്ടിയേക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ, അതായത് റവന്യൂ കോൺസെൻട്രേഷൻ US യൂറോപ്പ് മാർക്കറ്റിൽ നിന്നുള്ളതിൻ്റെ ഒരു ഘടകങ്ങളുണ്ട്. പിന്നെ ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം എടുക്കാൻ പോകുന്ന നടപടികളൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പിന്നെ US റേറ്റ് സൈക്കിൾ ഇപ്പം ഓൾറെഡി 1% റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഇനിയും റേറ്റ് കട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഘടകങ്ങളൊക്കെ ഇതിൽ ബാധിക്കാവുന്ന ഘടകങ്ങളാണ്. അപ്പം പറയുകയാണെങ്കിൽ ഇനി Q3 റിസൾട്ട്സ് വരാനുണ്ട്. ഈ വരുന്ന ആഴ്ച തന്നെയാണ്, ജനുവരി 16 അത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലെങ്കിൽ എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ പ്രതീക്ഷന് മുകളിലോ നല്ലൊരു റിസൾട്ട് നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഓഹരിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നമുക്ക് ട്രെൻഡ് പ്രതീക്ഷിക്കാം. ഇപ്പം ലോങ് ടൈമിലേക്കായാലും ഷോർട്ട് ടൈമിലേക്ക് ഇപ്പം ഒരു മൊമെൻറ്റം ബേസ് നോക്കുകയാണെങ്കിലും അത് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. ലോങ് ടൈമിലേക്കാണെങ്കിലും IT സെക്ടറിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു മികച്ച ഓഹരി തന്നെയാണത്. ഇൻഫോസിസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമ്മളിവിടെ ഇൻഫോസിസിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു സിമ്പിൾ ഒബ്സർവേഷൻ നടത്താം, എന്താണ് ഇവിടെ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത്. നമുക്ക് ഈ ചാർട്ട് ഒന്ന് സൂം ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഹയർ ലോസ് ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റീസെൻറ്റ് ഡേയ്സിലെ ക്യാൻഡിൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു നിലവാരത്തിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു മരബൂസ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നമുക്ക് വോളിയം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ വളരെ സ്ട്രോങ് വോളിയം ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും എബോവ് ആവറേജ് വോളിയം നമുക്ക് വിസിബിളാണ്. അതിനുശേഷം ഈ ഒരു വെനസ്ഡേ January 8 ഒരു സ്ട്രോങ് ലോവർ റിജക്ഷൻ ഉണ്ടായി. അതിനു മുമ്പ് ഈ ഒരു സോൺ ഒരു സപ്പോർട്ട് സോണാണത്. അത് ട്യൂസ്ഡേ 24 ഡിസംബറിലുള്ള ഒരു ക്യാൻഡിൽ ആ ഒരു ലെവലിന് താഴേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പുൾ ബാക്കിലേക്ക് വന്നു, വീണ്ടും ആ ഒരു ലെവലിന് താഴേക്ക് ലോവർ റിജക്ഷൻ വന്നു. പിന്നീടാണ് ആ ഒരു റേഞ്ച് ഈ ഒരു ശക്തമായ ക്യാൻഡിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തത്. പിന്നീടൊക്കെ മൈനർ ക്യാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഡോജി ക്യാൻഡിലാണ്, സ്ട്രോങ് ലോവർ വീക്കാണ്, അതൊരു ഡിമാൻഡിൻ്റെ സൂചനയാണ്. അതേപോലെ ഈ ഒരു സോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1920 രൂപ, അതേപോലെ 1890 ഈ ഒരു റേഞ്ചിലാണ് സ്റ്റോക്കിന് സപ്പോർട്ടുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ ശ്രദ്ധിക്കണം. 1999 രൂപ നിലവാരത്തിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നടക്കാൻ സാധ്യതയുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് EMA ലെവൽസ് ഒന്ന് 20 EMA 20 ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. EMA 20 എന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതെന്ന് കാണാം. ഇതിന് മുമ്പ് ഈ ഒരു ലെവലിൽ നിന്ന് EMA 20 സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിവറ്റ് പോയിൻറ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ലൈവ് ട്രേഡിങ്ങിലാണ് പിവറ്റ് പോയിൻറ്റ് നോക്കാറുള്ളത്. എങ്കിൽ പോലും ഈ ഒരു ഫ്രൈഡേയിൽ അവിടെ ഒരു പിവറ്റ് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തായിട്ട് കാണാം. അതേപോലെ ഇവിടെ ഒരു പിവറ്റ് പ്ലസ് EMA സ്ട്രോങ് സപ്പോർട്ട് സോണാണ് നിലവിലുള്ളത്. ഈ ഒരു സ്റ്റോക്ക് തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്നൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെയിം റേഞ്ച് തന്നെയാണ്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടന്നിട്ടുണ്ട്. ആ ഒരു സോണിന് താഴേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോവർ റിജക്ഷൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ടും. ഇതെല്ലാം തന്നെ ഒരു ബുള്ളിഷ് സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ഓൾ ടൈം ഹൈ ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ലെവല് 1999, 2000 നിലവാരങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. കിംസ്, ഇൻഫോസിസ് എന്നീ 2 ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിച്ചത്. പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം. പുതിയ 2 സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.